ഇന്ന് ഉച്ചക്ക് ഊണിന് എന്തൊക്കെയാണ് കഴിക്കാമെന്ന് നോക്കിയാലോ? ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തിരിച്ചോറാണ്. അത് നല്ല ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇനി ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. നല്ല അയില, അതായത് ഉണക്കയിലാണ്. ഉണക്കയില തേങ്ങ ഒക്കെ അരച്ചിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ കറിയാണ്. പിന്നെ പച്ചമുളകാണ് എരിവിന് ഇട്ടിട്ടുള്ളത്, മുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ അയിലക്കറി, ഉണക്കയിലക്കറി. പിന്നെ ഉണക്കയിലക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് സൈഡായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള മറ്റൊരു ഉണക്കമീനാണ് ഉണക്കമാന്തൾ. അപ്പോൾ ഉണക്കമാന്തളും ഉണക്കയിലക്കറിയും നല്ല വിചിത്രമായിട്ടുള്ള അടിപൊളി കോമ്പിനേഷൻ അല്ലേ? പണ്ടൊക്കെ ഒരുപാട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നാട്ടിൽ പോയാലൊന്നും ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കൽ കുറവാണ്. പലരും ഇങ്ങനത്തെ ഫുഡൊന്നും ഇപ്പോൾ അങ്ങനെ കഴിക്കലുമില്ല. ഉണക്കയില കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ഉണക്കമീനാണ്. അപ്പോൾ അത് വെച്ച് കറി ഉണ്ടാക്കി. പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപയർ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചെറുപയർ കറിയും പിന്നെ അത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപയറൊക്കെ ഇടയ്ക്കുണ്ടാക്കും. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. ഏത്? അയിലക്കറി, ഉണക്കമീൻ അതായത് മാന്തൾ, പിന്നെ ചെറുപയർ ഉപ്പേരി, പിന്നെ ഇഞ്ചുംപുളി. വേറെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റവും ഇല്ല. സാധാരണ ഫുഡാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ കഴിച്ചു നോക്കിയാലോ? ആദ്യം ആ ചൂടോടെ തന്നെ ആ മീൻ കറി എടുത്തിട്ട് ചോറിൽ നല്ല പോലെ കുഴച്ചിട്ട് ആ മീനിൽ നിന്ന് ഒരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിക്കാം. ഉണക്കമീൻ കടയിൽ നിന്ന് വാങ്ങിയൊന്നല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ഉണക്കയില വാങ്ങിയിട്ട് നല്ലപോലെ ഉപ്പിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല ഫ്രഷ് ആണല്ലോ. ഇനി ആ ചെറുപയർ കുറച്ചെടുത്ത് കഴിച്ച് നോക്കാം. നല്ല തേങ്ങ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ചെറുപയറാണ്. തേങ്ങയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഇട്ടിട്ട് അതെടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ഉണക്ക മാന്തലിൽ നിന്ന് കുറച്ചെടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ച് നോക്കാം. മാന്തൽ നല്ല കഴമ്പുള്ള മാന്തളൊന്നല്ല കേട്ടോ. വളരെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. അതിൽ നിന്ന് എടുക്കാനൊന്നും കിട്ടില്ല. മാന്തൽ ഇങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കണം ചോറിൻ്റെ കൂടെ. സംഭവം പൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ആ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കിയാലോ? ആ മീൻചാറ് ആ ചോറിലിങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ആ ഇഞ്ചിക്കറിയിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇഞ്ചിക്കറിയൊക്കെ. ഇഞ്ചിക്കറി ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇവിടെ ഇക്കാടെ ഒരു ഫ്രണ്ട് ഉണ്ട്. മൂപ്പര് വന്നിട്ട് മൂപ്പരെ കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ്. അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. മൂപ്പര് മലപ്പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ സംഭവം നല്ല പോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കയിലക്കറി ഉണ്ടല്ലോ, അതിൻ്റെ ചാറ് ഒരു രക്ഷയില്ല. നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. എപ്പോഴും ഈ മന്തിയും ബിരിയാണിയും നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ട് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. ഈ ടേസ്റ്റൊന്നും ഒരിക്കലും കിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡൊന്നും കാര്യമായിട്ട് ഇഷ്ടമല്ല. എല്ലാവരും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കൽ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുക. സംഭവം മീൻകറി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അതിങ്ങനെ ചോറിലിങ്ങനെ കുഴച്ച് നല്ല പോലെ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.